നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടിയെങ്കിലും അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി UDFൽ ചില തർക്കങ്ങളുണ്ടായി. അതായത് 3 പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾ വന്നു. ഒടുവിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. KC വേണുഗോപാലിന് ഹൈക്കമാൻഡിൽ അസാമാന്യമായ പിടിയുണ്ടായിരുന്നിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് മുതിർന്ന വ്യക്തിത്വം എന്ന നിലയിൽ, മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള ഒരു ആനുകൂല്യമുണ്ടായിരുന്നിട്ടും രണ്ടുപേർക്കും മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെടുകയായിരുന്നു. ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നത് KC വേണുഗോപാലിനായിരുന്നു. എന്നിട്ടും VD സതീശന് അനുകൂലമായ തീരുമാനമാണ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായത്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓപ്പറേഷനായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് VD സതീശനാണ് കഴിഞ്ഞ 5 വർഷവും അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിയെ നയിച്ചത്. കഴിഞ്ഞ 5 വർഷവും നിലം ഒരുക്കിയത് കൊണ്ടാണ് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനും കഴിഞ്ഞത്. 100-ലധികം സീറ്റുകളിൽ ജയിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ആ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനകീയനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടണം എന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു വിഭാഗം നേതാക്കന്മാർ ശക്തമായ വാദം ഉന്നയിച്ചതുകൊണ്ടാണ് VD സതീശന് നറുക്ക് വീണത്. കാരണം ഇതുവരെയും ഹൈക്കമാൻഡ് അത്തരത്തിൽ MLA-മാരുടെ പിന്തുണയല്ലാതെ മറ്റൊരു ഘടകത്തെ മുഖ്യമന്ത്രി സ്ഥാനം പരിഗണിക്കുമ്പോൾ നോക്കിയിട്ടില്ല. അത് കർണാടകയിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നിട്ടും ഈ പറയുന്ന വൻകിട നേതാക്കന്മാരുടെ പിന്തുണയാണ് ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നേതാക്കന്മാരിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് VM സുധീരൻ. VM സുധീരൻ കൃത്യമായി തന്നെ VD സതീശന് വേണ്ടി നിലപാടെടുത്തു. ഹൈക്കമാൻഡിനെ കണ്ട് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഹൈക്കമാൻഡിന് വിശദീകരിച്ചു കൊടുത്തത് VM സുധീരനാണ്. അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശനെ എത്തിക്കാനായി VM സുധീരൻ ചെറിയ കാര്യമല്ല ചെയ്തിട്ടുള്ളത്, ചെറിയ പണിയല്ല എടുത്തിട്ടുള്ളത്. VM സുധീരൻ അതിശക്തമായി VD സതീശന് വേണ്ടി ഹൈക്കമാൻഡിന് മുന്നിൽ വാദിച്ചിരുന്നു എന്നാണ് സൂചന. അങ്ങനെയുള്ള ഒരു VM സുധീരനാണ് ഇപ്പോൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ അഭിപ്രായം പറയാതെ ഒളിച്ചു കളിക്കുന്നത് എന്ന് നേരത്തെ BJP അടക്കം ആരോപിച്ചിരുന്നു. അതായത് തൻ്റെ ശിഷ്യനായിട്ടുള്ള VD സതീശൻ, അദ്ദേഹം ഏറെ പിന്തുണച്ച മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ വരാനായി ഏറെ പണിപ്പെട്ട ഒരു നേതാവാണ് VM സുധീരൻ. അതേ VM സുധീരനെ പ്രത്യയശാസ്ത്രപരമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം VD സതീശൻ സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതൊരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെയാണ് വന്നത്. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കാനായി വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി അത് കുറച്ചു നൽകും എന്ന ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും അതുപോലെ തന്നെ കേരളത്തിലെ മദ്യ വ്യവസായത്തിനുമൊക്കെ ഒരു ഉണർവ് കിട്ടാനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഒരു ചെറിയ നികുതി ഇളവ് കൊടുക്കാം എന്ന് തീരുമാനിച്ചത് എന്നാണ് സർക്കാർ വാദിക്കുന്നത്. അത് ബഡ്ജറ്റിലാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരാരും അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോ UDFോ ഒന്നും തന്നെ ഈ ഒരു പരിഷ്കരണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. എക്സൈസ് മന്ത്രി M ലിജു പോലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീട് M ലിജു മുഖ്യമന്ത്രിയെ കണ്ട് തൻ്റെ അതൃപ്തി ഇക്കാര്യത്തിൽ അറിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രമേശ് ചെന്നിത്തല അറിഞ്ഞിരുന്നില്ല. പ്രധാനപ്പെട്ട നേതാവായ KC വേണുഗോപാൽ പോലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. ആ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിച്ചില്ല, UDFനെയും പരിഗണിച്ചില്ല. ഇല്ലാതെയാണ് ഏറെ വിവാദമുണ്ടാക്കിയേക്കാവുന്ന ഒരു തീരുമാനം എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് എടുക്കുന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട് മദ്യത്തിൻ്റെ നികുതി പരിഷ്കരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും മദ്യത്തിന് ഉണ്ടാക്കുന്ന നികുതി പരിഷ്കരണം, നികുതി കുറയ്ക്കൽ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നികുതി കുറയ്ക്കുന്നത്. ഇവിടെ വീര്യം കൂടിയ മദ്യം ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നികുതി കുറച്ചത് എന്നൊരു ആരോപണം ഉയരുന്നു. പ്രതിപക്ഷം ഈ ആരോപണം ശക്തമാക്കുന്നു. BJP അടക്കം ഈ ആരോപണവുമായി രംഗത്ത് വരുന്നു. BJP VM സുധീരൻ്റെ പേര് പോലും പറയുന്നു. അങ്ങനെയുള്ള VM സുധീരൻ എന്തുകൊണ്ടാണ്
പ്രതികരിക്കാത്തത് എന്നതടക്കം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ വി ഡി സതീശനെ അത്ര കണ്ട് എതിർത്തിട്ടില്ല എങ്കിൽ കൂടി വി ഡി സതീശനെ ഇക്കാര്യത്തിൽ കൈവിടുന്ന ഒരു നിലപാടാണ് വി എം സുധീരൻ ഇന്ന് കൈക്കൊണ്ടത്. വി എം സുധീരൻ അത്ര രൂക്ഷമായ പ്രതികരണം നടത്തിയില്ല എങ്കിൽ പോലും വി എം സുധീരൻ ഈ പറയുന്ന UDF-നെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും വിശ്വാസത്തിലെടുക്കാതെ ഇരുവരുമായും ചർച്ച നടത്താതെ ഈ ഒരു തീരുമാനമെടുത്തത് ശരിയായില്ല എന്ന് പുറത്ത് പരസ്യമായി പറയുകയാണ് വി എം സുധീരൻ ചെയ്തത്. മാത്രമല്ല, ധനബില്ല് വരുമ്പോൾ ആ നികുതി പരിഷ്കരണം അതിൽ നിന്ന് ഒഴിവാക്കണം, അതായത് ഈ നികുതി പരിഷ്കരണം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് തന്നെയാണ് വി എം സുധീരൻ ഇന്ന് ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് വി എം സുധീരൻ്റെ ഈ ആവശ്യമെന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ കൈവിടുന്നു വി എം സുധീരൻ. മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ വി ഡി സതീശന് വേണ്ടി ശക്തിയായി വാദിച്ച ഒരു നേതാവായിരുന്നു. ആ നേതാവ് തന്നെ ഈ തീരുമാനത്തിൽ മുഖ്യമന്ത്രിയെ കൈവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ടേൺ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു ടേൺ അടിച്ചിട്ടുണ്ട്. അതായത് UDF-ൽ ചർച്ചയ്ക്ക് വയ്ക്കാം, UDF പറയട്ടെ, UDF വേണ്ടെന്ന് പറഞ്ഞാൽ ഈ നികുതി നിർദ്ദേശം വേണ്ടെന്ന് വെക്കാം എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ നിലപാടിലെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വി എം സുധീരൻ കൂടി തൻ്റെ നിലപാട് വ്യക്തമാക്കി തുറന്നു തന്നെ പറയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ, കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ വി എം സുധീരനെതിരെ പൊങ്കാല ഉയരുന്നത്. അതായത് എല്ലാവരും ചേർന്ന് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശൻ തന്നെയാണ് താരം എന്നാണ് ഇപ്പോൾ. അതായത് KC വേണുഗോപാൽ പറഞ്ഞു ഇക്കാര്യങ്ങൾ പരിഗണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറഞ്ഞില്ല. ഇപ്പോൾ ഇതാ വി എം സുധീരനും രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ പാർട്ടിയിലും മുന്നണിയിലും ഏതാണ്ട് ഒറ്റപ്പെട്ടു എന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ കോൺഗ്രസ് ഹാൻഡിലുകൾ വി ഡി സതീശനെ കൈവിടുന്നില്ല. കോൺഗ്രസിൻ്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ പറയുന്നത് വി എം സുധീരനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മദ്യനയത്തെ ചൊല്ലി സർക്കാരിനെ പരമാവധി ഉപദ്രവിച്ചയാളാണ് വി എം സുധീരൻ. വി എം സുധീരൻ്റെ അടക്കം പരസ്യ നിലപാട് കാരണമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് പ്രതിസന്ധിയിലായത്. അതുപോലെ ഇന്ന് പ്രതിസന്ധിയിലാക്കാൻ നോക്കണ്ട, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വി എം സുധീരനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എന്തായാലും വി എം സുധീരൻ പിന്തുണച്ചിരുന്ന, വി എം സുധീരൻ ശക്തമായി വാദിച്ചിരുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശൻ്റെ തീരുമാനത്തെ ഇന്നിപ്പോൾ വി എം സുധീരൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ പക്ഷേ വി എം സുധീരനെ പൊങ്കാലയ്ക്കിടുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ ദ്രോഹിച്ച വി എം സുധീരൻ വായടച്ച് മിണ്ടാതിരുന്നാൽ മതി, ഭരിക്കാൻ വി ഡി സതീശന് അറിയാം എന്നിങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ വി എം സുധീരനെ തുറന്ന് തന്നെ എതിർക്കുകയാണ്. വി ഡി സതീശന് പിന്തുണ കുറയുന്നില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശന് പിന്തുണ വർദ്ധിക്കുകയുമാണ് ഈ വിഷയത്തിൽ.